1 കൊരിന്ത്യർ 1-18 വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. 1 കൊരിന്ത്യർ 1-18 വാക്യം ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിരോധാഭാസത്തെയും അപ്പോൾ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കരുത്തിനെയും വെളിപ്പെടുത്തുന്നു. ഈ വചനത്തിന് ആധാരമായി 2 പ്രധാന ആശയങ്ങൾ പഴയ നിയമത്തിലുണ്ട്. യെശയ്യാ പ്രവചന പുസ്തകം 29 വാക്യത്തിൽ അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിച്ചു പോകും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധി മറഞ്ഞു പോകും എന്ന് കാണുന്നു. മനുഷ്യബുദ്ധിക്ക് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതികൾ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറയുന്നു. സംഖ്യാപുസ്തകം 21 8-9 വരെയുള്ള വാക്യങ്ങളിൽ മരുഭൂമിയിൽ പാമ്പുകടിയേറ്റവർ ഒരു താമ്ര സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടും എന്നത് യുക്തിക്ക് നിരക്കാത്തതായിരുന്നു. എന്നാൽ വിശ്വസിച്ചവർക്ക് അത് ദൈവശക്തിയായി മാറി. ഇത് ക്രൂശിന്റെ വചനത്തിന് സമാനമായ ഒരു സംഭവമാണ്. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? കൊരിന്തിലെ ആളുകൾ ലൗകിക ജ്ഞാനത്തിനും തത്വശാസ്ത്രങ്ങൾക്കും വലിയ വില നൽകിയിരുന്നു. അവർക്ക് ക്രൂശിക്കപ്പെട്ട ഒരു മശിഹ എന്നത് ലജ്ജാകരവും അവിശ്വസനീയവുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിന്റെ അളവുകോലുകൾക്ക് അപ്പുറമാണ് എന്നും ലോകം ഭോഷത്വം എന്ന് വിളിക്കുന്ന കുരിശിലെ മരണമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പാപത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവശക്തി എന്ന് സ്ഥാപിക്കാനുമാണ് വിശുദ്ധ പൗലോസ് ഇത് എഴുതിയത്. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. സുവിശേഷം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. അവിശ്വാസിക്ക് അത് അർത്ഥശൂന്യമായി തോന്നുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അത് ജീവിതം മാറ്റുന്ന ശക്തിയാണ്. 2. നമ്മുടെ രക്ഷ നമ്മുടെ ബുദ്ധിയിലല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലാണ് നമ്മുടെ രക്ഷ അടങ്ങിയിരിക്കുന്നത്. 3. ദൈവത്തിന്റെ വഴികൾ ഗ്രഹിക്കാൻ ലൗകിക ജ്ഞാനത്തെക്കാൾ ഉപരിയായി വിനയവും വിശ്വാസവുമാണ് ആവശ്യം. ചുരുക്കത്തിൽ ലോകം പരിഹസിക്കുന്ന കുരിശിലാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹവും ശക്തിയും വെളിപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ യുക്തി തോൽക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ കൃപ ജയിക്കുന്നു. ഈ കൃപയാൽ നിങ്ങൾക്ക് ജയമുണ്ടാകട്ടെ. ഈ വചനത്താൽ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.